ജീവിതത്തിൽ സമൃദ്ധിയുടെ മധ്യത്തിലും നമ്മൾ അസ്വസ്ഥരാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അതെ, പലതിനെ ചൊല്ലി വിചാരപ്പെട്ട മാർത്തയ്ക്കും നമുക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നല്ല അംശം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. സ്നേഹിത, ഒന്നിനും കുറവില്ലാത്തവർക്ക് പോലും പലപ്പോഴും സന്തോഷിക്കാനാവുന്നില്ല. എന്നാൽ സകല സൗഭാഗ്യങ്ങളും വിട്ട് യേശുവിനെ അനുഗമിച്ച പൗലോസ് പീഡനങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്നു. കാരാഗൃഹത്തിലിരുന്ന് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയുന്നു. കാരണം ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ അവന് സാധിച്ചു. ആകയാൽ ക്രിസ്തുമൊഴികൾ പ്രമാണിച്ച് ജീവിക്കാൻ സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും.